കൊച്ചി നഗരത്തിലെ ആ വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമേ ആയിരുന്നുള്ളൂ. 14 നിലയിലായിരുന്നു എന്റെ താമസം. വലിയ ആഡംബരമുള്ള ബിൽഡിംഗ്. പക്ഷേ ആദ്യ ദിവസം തന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടുത്തെ ലിഫ്റ്റിലെ ബട്ടണുകളിൽ 13 എന്ന അക്കമില്ല. 12 കഴിഞ്ഞാൽ പിന്നെ 14 ആണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ 13 ഒരു ദുശഗുണമായി അവർ കാണുന്നുണ്ടാകുമെന്ന് കരുതി ഞാൻ അതങ്ങ് വിട്ടുകളഞ്ഞു. പക്ഷേ ആ വെള്ളിയാഴ്ച രാത്രി, ആ രാത്രിയെ ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ കൈകൾ വിറയ്ക്കുന്നു. ഓഫീസിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഫ്ലാറ്റിൽ എത്തിയപ്പോൾ രാത്രി ഏകദേശം 2 മണി കഴിഞ്ഞിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ പോലും വലിയ നിശബ്ദത. സെക്യൂരിറ്റി ഗാർഡ് തൻ്റെ ക്യാബിനിൽ ഇരുന്നു ഉറങ്ങുകയാണ്. ചുറ്റും കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. തണുത്ത കാറ്റ് എൻ്റെ ഷർട്ടിലൂടെ ഉള്ളിലേക്ക് അരിച്ചുകയറുന്നു. ഞാൻ വേഗത്തിൽ നടന്ന് ലിഫ്റ്റിനടുത്തെത്തി. ലിഫ്റ്റ് താഴത്തെ നിലയിലുണ്ടായിരുന്നു. ഞാൻ അകത്തു കയറി 14 എന്ന ബട്ടണിൽ അമർത്തി. ലിഫ്റ്റ് സാവധാനം മുകളിലേക്ക് നീങ്ങിത്തുടങ്ങി. സാധാരണ കേൾക്കാറുള്ള ആ ചെറിയ മ്യൂസിക് അന്ന് കേൾക്കുന്നില്ല, പകരം ഒരു തരം മൂളിച്ച മാത്രം. ലിഫ്റ്റിലെ ചുവന്ന ഡിസ്പ്ലേയിലേക്ക് ഞാൻ നോക്കി നിന്നു. 1, 2, 3. 5-ാം നിലയിൽ എത്തിയപ്പോൾ ലിഫ്റ്റിലെ ലൈറ്റുകൾ ഒന്ന് മിന്നിത്തെളിഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. ആരോ എൻ്റെ തൊട്ടുപിന്നിൽ നിൽക്കുന്നത് പോലെ. ഞാൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. പക്ഷേ എൻ്റെ കഴുത്തിന് പിന്നിൽ ആരോ ശ്വാസം വിടുന്നത് പോലെ എനിക്ക് തോന്നി. 10, 11, 12. 12-ാം നില കഴിഞ്ഞാൽ ലിഫ്റ്റ് അടുത്തതായി നിൽക്കേണ്ടത് 14-ലാണ്. പക്ഷേ 12 കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് ആ അക്കമാണ്. 13. എൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപാഞ്ഞു. ഈ ബിൽഡിംഗിൽ ഇല്ലാത്ത നില. ലിഫ്റ്റ് ഒരു വലിയ ശബ്ദത്തോടെ നിന്നു. വാതിലുകൾ സാവധാനം തുറന്നു. പുറത്ത് കനത്ത ഇരുട്ടായിരുന്നു. എന്നാൽ ആ ഇരുട്ടിനിടയിൽ എവിടെ നിന്നോ ഒരു മങ്ങിയ ചുവന്ന വെളിച്ചം വരുന്നുണ്ട്. ഞാൻ പേടിച്ച് ലിഫ്റ്റിലെ ബട്ടണിൽ ആഞ്ഞു അമർത്തി. പക്ഷേ വാതിൽ അടയുന്നില്ല. പുറത്തെ ഇടനാഴിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരോ ഒരു ഇരുമ്പ് ചങ്ങല തറയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ശബ്ദം. ഞാൻ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ഇടനാഴിയിലെ ചുവരുകളിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകം ഒലിച്ചിറങ്ങുന്നു. അന്തരീക്ഷത്തിൽ അഴുകിയ എന്തോ ഒന്നിൻ്റെ ഗന്ധം. പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്ന് ഒരു രൂപം സാവധാനം തെളിഞ്ഞു വന്നു. അതൊരു മനുഷ്യരൂപമായിരുന്നു. ഒരു പഴയ ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ യൂണിഫോം ആണ് അയാൾ ധരിച്ചിരിക്കുന്നത്. അയാളുടെ തല ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു, ഒടിഞ്ഞതുപോലെ. അയാൾ മുഖം ഉയർത്തി എന്നെ നോക്കി. അയാളുടെ കണ്ണുകളുടെ സ്ഥാനത്ത് വെറും മാംസം ഉരുകി ഒലിച്ച പാടുകൾ മാത്രം. വായ തുന്നിക്കെട്ടിയിരിക്കുന്നു. അയാൾ തൻ്റെ വിരലുകൾ ഉയർത്തി എൻ്റെ നേരെ ചൂണ്ടി. അയാളുടെ വിരലുകൾ അസാധാരണമാംവിധം നീളമുള്ളതായിരുന്നു. ആ രൂപം ഓരോ ചുവടുവെക്കുമ്പോഴും എൻ്റെ തലയ്ക്കുള്ളിൽ ഒരു നിലവിളി ഉയരുന്നുണ്ടായിരുന്നു. അയാൾ ലിഫ്റ്റിൻ്റെ വാതിൽക്കൽ എത്തി. തൻ്റെ തണുത്ത, വിറയ്ക്കുന്ന കൈകൾ ലിഫ്റ്റ് വാതിലിനിടയിൽ വെച്ചു. എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അയാൾ തൻ്റെ തുന്നിക്കെട്ടിയ വായ തുറക്കാൻ ശ്രമിച്ചു. തുന്നലുകൾ പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ആ ചീഞ്ഞെഴുകിയ വായക്കുള്ളിൽ നിന്ന് ഒരു ശബ്ദം പുറത്തുവന്നു. സാറേ, ഇറങ്ങുന്നില്ലേ? ഇത് നിങ്ങളുടെ നിലയാണ്. ഇല്ല, ഇത് എൻ്റെ നിലയല്ല. ഞാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ലിഫ്റ്റിലെ എല്ലാ ബട്ടണുകളിലും ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഒരു വലിയ കുലുക്കത്തോടെ ലിഫ്റ്റിൻ്റെ വാതിലുകൾ അടഞ്ഞു. ആ രൂപത്തിൻ്റെ കൈകൾ വാതിലിനിടയിൽ കുടുങ്ങി മുറിഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടു. ലിഫ്റ്റ് ഭ്രാന്തമായി താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഞാൻ തറയിൽ തലയിടിച്ചു വീണു. ബോധം മറയുന്നതിന് മുൻപ് ഞാൻ അവസാനമായി കണ്ടത് ലിഫ്റ്റിൻ്റെ തറയിൽ കിടന്നു പിടയുന്ന ആ മുറിഞ്ഞുപോയ കൈവിരലുകളാണ്. ഞാൻ കണ്ണ് തുറന്നപ്പോൾ നേരം വെളുത്തിരുന്നു. ഞാൻ താഴത്തെ നിലയിലായിരുന്നു. സെക്യൂരിറ്റിയും മറ്റ് താമസക്കാരും എനിക്ക് ചുറ്റും കൂടി നിൽക്കുന്നു. ഞാൻ അവരോട് എല്ലാം പറഞ്ഞു. പക്ഷേ ആരും വിശ്വസിച്ചില്ല. ലിഫ്റ്റിൽ യാതൊരു തകരാറുമില്ലെന്ന് ടെക്നീഷ്യന്മാർ പറഞ്ഞു. മുറിഞ്ഞു വീണ കൈവിരലുകളോ ചോരയോ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓഫീസിൽ പോകാൻ വേണ്ടി ഞാൻ എൻ്റെ ബാഗ് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് താഴെ വീണു.
ഒരു പഴയ പിച്ചള താക്കോൽ. അതിൽ ഒരു ചെറിയ ബോർഡിൽ രക്തം കൊണ്ട് എഴുതിയിരുന്നു 13. ഇന്ന് ഞാൻ ആ ഫ്ലാറ്റ് ഒഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും രാത്രിയിൽ എൻ്റെ ഫോണിലേക്ക് അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് കോളുകൾ വരുന്നു. ഞാൻ ഫോൺ എടുത്താൽ അപ്പുറത്തുനിന്ന് ഒരു വിറയ്ക്കുന്ന ശബ്ദം കേൾക്കാം. സാറേ, നിങ്ങൾ 13-ാം നിലയിൽ ഒരു സാധനം മറന്നുവെച്ചു. നിങ്ങളുടെ ജീവൻ. ആ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ മുറിയുടെ വാതിലുകൾ ഒന്നുകൂടി മുറുക്കി അടയ്ക്കും. പക്ഷേ എനിക്കറിയാം, എന്നെങ്കിലും ഒരിക്കൽ ആ ലിഫ്റ്റ് എനിക്ക് വേണ്ടി വീണ്ടും തുറക്കും. ആ 13-ാം നിലയിൽ